ഇറാന്റേത് സ്വപ്നം കാണാൻ കഴിയാത്ത തിരിച്ചുവരവ്. ഇറാൻ സൈന്യത്തിന്റെ കരുത്തിൽ അന്തം വിട്ടു നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ നഷ്ടപ്പെട്ടതും അതിനപ്പുറവും തിരിച്ചുപിടിച്ചാണ് ഇറാൻ ഇപ്പോൾ വൻ സൈനിക ശക്തിയായി മാറിയിരിക്കുന്നത്. 2024 ജൂണിൽ ഇസ്രായേൽ ഏൽപ്പിച്ച കനത്ത ആക്രമണത്തിന്റെ ആഘാതങ്ങളെ തങ്ങളുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം മറികടക്കാൻ വെറും 6 മാസം മാത്രമാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. അതായത് പശ്ചിമേഷ്യയിലെ പ്രധാന സൈനിക ശക്തിയായ ഇറാൻ ഇന്ന് അത്ഭുതകരമായ വേഗത്തിൽ സൈനികമായി ഉയർത്തെഴുന്നേൽത്തിരിക്കുകയാണ്. തകർന്നു എന്ന് കരുതിയ പ്രതിരോധ ശക്തിയെ അതിവേഗത്തിൽ പുനഃസ്ഥാപിച്ച് ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളുടെയും ഭീഷണികളെ വകവയ്ക്കാതെ അജയ്യ ശക്തിയായി ഇറാൻ മാറിയ കാഴ്ച ലോകം വൻ ശക്തികളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. ഇറാന്റെ മിസൈൽ പദ്ധതി തകർന്നിട്ടില്ല, മറിച്ച് അത് കൂടുതൽ ശക്തമായി തിരിച്ചു വരികയാണ് എന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിക്കുമ്പോൾ ഇത് കേവലം സൈനിക ശേഷിയുടെ തിരിച്ചുവരവല്ല, മറിച്ച് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സാമ്രാജ്യത്വത്തിന്റെയും നിരന്തരമായ ഭീഷണികൾക്കെതിരെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ വികാരപരമായ പോരാട്ടത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും നിരുപാധിക വിജയം കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കുമിടയിലും തങ്ങളുടെ സ്വന്തം ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ ഇറാൻ കാണിക്കുന്ന ഈ അസാധാരണമായ ധീരത ലോകത്തിന് മുന്നിൽ ഒരു പ്രതീകമായി തന്നെ ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത ശക്തിക്ക് പോലും ഒരു ചെറു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന പ്രതീകമാണിതെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. 2024 ജൂണിൽ ഇസ്രായേലുമായി ഉണ്ടായ 12 ദിവസത്തെ കടുത്ത സൈനിക സംഘർഷത്തിനിടയിൽ ഇസ്രായേൽ നേരിട്ട് ഇറാനിൽ ആക്രമണം നടത്തുകയും അവരുടെ മുഖ്യ സഖ്യകക്ഷിയായ അമേരിക്കയുടെ പിന്തുണയോടെ ഇറാന്റെ ഹൃദയവും പ്രതിരോധ ശക്തിയുടെ സ്രോതസ്സുമായി കണക്കാക്കിയിരുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനശാലകൾക്കും അസംബ്ലി കേന്ദ്രങ്ങൾക്കും നേരെ കൃത്യമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. പടുകുഴിയിലായി ഭരണകൂടം ഇസ്രായേലിന്റെ ഈ കടന്നാക്രമണത്തിന് ശേഷം നിമിഷങ്ങൾക്കകം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ഇസ്രായേലിനെ മാത്രമല്ല മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങളെയും കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച് വിറപ്പിക്കുകയും ചെയ്ത കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഇറാന്റെ സാങ്കേതിക കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്ന് ഇസ്രായേലും അമേരിക്കയും എഴുതിയ വിധിയാണ് ഇപ്പോൾ തിരുത്തി എഴുതപ്പെട്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിച്ച് 6 മാസം തികയും മുൻപേ തകർന്നു എന്ന് കരുതിയ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഇറാൻ അതിവേഗത്തിൽ പുനഃസ്ഥാപിച്ചത് റഷ്യയുടെ കൂടി സഹായത്താലാണ്. ഇതോടെ നിലവിൽ സൈനികമായി സമ്പൂർണ്ണ സജ്ജരായി എന്ന് മാത്രമല്ല ഏതു നിമിഷവും എല്ലാ ആക്രമണങ്ങളെയും തടുക്കാനും വേണ്ടിവന്നാൽ ആക്രമിക്കാനും തയ്യാറായാണ് ഇറാൻ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധമായ മുന്നറിയിപ്പ് മൊസാദും CIA-യും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. ഈ മുന്നറിയിപ്പിന് പിന്നാലെ പേർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിലുമുള്ള ഇറാന്റെ വ്യാപകമായ മിസൈൽ ഡ്രോൺ പരീക്ഷണങ്ങളും സൈനിക അഭ്യാസങ്ങളും കഴിഞ്ഞ മാസങ്ങളിൽ അസാധാരണമായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ, കടൽ തീരത്ത് നിന്ന് വിക്ഷേപിച്ച ക്രൂയിസ് മിസൈലുകൾ, ലോയിറ്ററിംഗ് മ്യൂണിഷൻ ഡ്രോണുകൾ, അമേരിക്കൻ നിരീക്ഷണ വിമാനങ്ങളെ പിന്തുടർന്ന് നടത്തിയ സിമുലേഷൻ അഭ്യാസങ്ങൾ എന്നിവയെല്ലാം ഈ മേഖലയിൽ പതിവല്ലാത്ത രീതിയിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾക്ക് തെളിവാണ്. സമ്പൂർണ്ണ ഗൾഫ് മേഖലയെയും അമേരിക്കൻ 5th ഫ്ലീറ്റിന്റെ പ്രവർത്തനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക സിഗ്നലാണിതെന്ന സംശയമാണ് വിദേശ മാധ്യമങ്ങളിലൂടെ യുദ്ധവിദഗ്ധർ പ്രകടിപ്പിക്കുന്നത്. നിലവിൽ ഇറാൻ അതിന്റെ ആക്രമണശേഷി ഇരട്ടിയാക്കുകയും മുൻപില്ലാത്ത വിധം ആ കഴിവുകൾ പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് തന്നെ അവരുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസവും വ്യക്തമാണ്. ഇക്കാര്യം അമേരിക്കൻ പ്രതിരോധ വിദഗ്ധരും തുറന്നു പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങൾ നിർവചിക്കാനുള്ള സ്വന്തം അവകാശത്തെക്കുറിച്ച് ഇറാന് കൃത്യമായ ബോധ്യവും ശക്തമായ കാഴ്ചപ്പാടുമുണ്ട്. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഏതൊരു ബാഹ്യ ഭീഷണികളെയും ശക്തമായി നേരിടാനുമുള്ള സൈനിക ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.